പ്രവാചകൻ യൂസുഫ് നബിയുടെ ചരിത്രം അധ്യായം 8. സ്വപ്നവ്യാഖ്യാനം കേട്ടപ്പോൾ രാജാവ് വളരെയധികം സന്തുഷ്ടനായി. ഇത്രയും വലിയൊരു പണ്ഡിതൻ ജയിലിൽ കിടക്കുകയാണല്ലോ. രാജാവുടൻ തന്നെ തൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് യൂസുഫിൻ്റെ അടുത്ത് ചെന്ന് പറയാൻ പറഞ്ഞു. രാജാവ് നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനാൽ ഉടൻ തൻ്റെ കൂടെ വരണം. അങ്ങനെ ഈ ദൂതൻ അവിടെ ചെന്ന് യൂസുഫിനോട് പറഞ്ഞു. പക്ഷേ യൂസുഫിൻ്റെ മറുപടി ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. യൂസുഫ് പറഞ്ഞു, നീ രാജാവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവുക, എന്നിട്ട് ചോദിക്കുക, സ്വന്തം കൈകൾക്ക് മുറിവുണ്ടാക്കിയ ആ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? എൻ്റെ രക്ഷിതാവ്, എൻ്റെ നാഥൻ അവരുടെ കുതന്ത്രങ്ങളെപ്പറ്റിയൊക്കെ നന്നായി അറിയുന്നവനാണ്. 10 വർഷത്തോളം ജയിലിൽ കിടന്നിട്ട് മോചനത്തിനൊരവസരമുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ യൂസുഫ് തയ്യാറായില്ല. കാരണം കറപുരണ്ട വ്യക്തിത്വവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിശുദ്ധിയിൽ ഒരിക്കലും കാളിമ വരന്നുകൂടാ എന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ രാജാവ് ഈ വിവരം അറിഞ്ഞപ്പോൾ ആ സ്ത്രീകളെയൊക്കെ വിളിച്ച് ചോദിച്ചു, യൂസുഫിനെ വശപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ദൈവത്തെ തന്നെയാണ്, യൂസുഫിനെ പറ്റി മോശമായതൊന്നും ഞങ്ങൾക്കറിയില്ല. ആ പ്രഭുവിൻ്റെ പത്നി സുലൈഖ പറഞ്ഞു, ഇപ്പോൾ സത്യം വെളിപ്പെട്ടിരിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ വശപ്പെടുത്താൻ സ്വയം ശ്രമിച്ചതായിരുന്നു. തീർച്ചയായും അദ്ദേഹം വളരെ സത്യസന്ധനാണ്. അങ്ങനെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുകയും ജീവിതവിശുദ്ധി സംശയാതീതമാവിധം ഏവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്ത ശേഷം ജയിലിൽ നിന്ന് പുറത്തു വരാൻ യൂസുഫ് തയ്യാറായി. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ എൻ്റെ അടുത്തെത്തിക്കുക, ഞാൻ അദ്ദേഹത്തെ എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് സ്വീകരിക്കുന്നതാണ്. അങ്ങനെ യൂസുഫ് രാജാവിൻ്റെ സന്നിധിയിൽ ചെന്നു. രാജാവ് പറഞ്ഞു, താങ്കൾ നമ്മുടെ അടുത്ത് ഇന്നു മുതൽ ഉന്നത സ്ഥാനത്തുള്ളവനായിരിക്കും, നമ്മുടെ വിശ്വസ്തനായിരിക്കും താങ്കൾ.